ആളുകൾ ഇപ്പം അത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസം, ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവര് ഫ്രാഗ്രൻസസ് ആയിട്ട് ഇതുപോലെ ആൽക്കഹോൾ ഉള്ള ഫ്രാഗ്രൻസസ് ആയിട്ട് അപ്ലൈ ചെയ്ത് സ്നിഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അത്ര ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ സ്ട്രെങ്ത് ചിലപ്പോൾ ചിലവർക്ക് അവർക്ക് തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. ചില റിലീജിയസ് റീസൺസും ഉണ്ട് ഇപ്പോഴും ആൾക്കാർ അത്ര പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ടോപ്പ് 5 മെൻസിന് പറ്റിയിട്ടുള്ള ഒരു പെർഫ്യൂംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 ഇതൊക്കെ മാസ്കിംഗ് ഫ്രാഗ്രൻസസ്. കാരണം ഇതിന്റെ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ബൂസി നോട്ട്സ് ആണ്. പൗരുഷത്തിന്റെ ഒക്കെ ഒരു അടയാളമാണ് ഇതുപോലത്തെ ബൂസിനെസ്, ടൊബാക്കോന്റെ ഒക്കെ നോട്ട്സ്. ഇപ്പൊ ഇത്രയും ബഡ്ജറ്റ് കൂടിയ പെർഫ്യൂംസ് വാങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇപ്പൊ നമ്മൾ വാച്ചസ് ഒക്കെ നമ്മൾ വാങ്ങി കളക്ട് ചെയ്ത് വെക്കാറുണ്ടല്ലോ, റീസെല്ലിംഗ് പോലെ. അപ്പം ഈ പെർഫ്യൂംസ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആണോ വാങ്ങുന്നത്? ടെക്നിക്കലി നോ. നമ്മളിപ്പോ ഡ്രസ്സ് വാങ്ങുന്നു, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ പറയാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ കാശ് ചെലവാക്കുന്നു, അതിലൊരെണ്ണമാണ് ഇത്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല, ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെലവാക്കുന്ന കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ആണ് അതൊക്കെ. ഇപ്പൊ വീഡിയോസ് ചെയ്യുമ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് ആയാലും നേരിട്ട് വന്നിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാനും. സെലിബ്രിറ്റീസ് ആരും നേരിട്ട് വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ അടുത്ത് ആദ്യം ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 3000 4000 ഒക്കെ ആദ്യം ഡീക്യാൻസ് വാങ്ങിയിട്ട് പോകും. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഫുൾ ബോട്ടിലായിട്ടും അവർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു പോകും. അവർ ഒന്ന് എസ്റ്റാബ്ലിഷ്, അവർക്കൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയി ഇവിടെ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നുള്ള സർവീസ് മനസ്സിലായിട്ട് പിന്നെ അവരൊരു 3 monthsലൊരിക്കൊക്കെ ഈ പറഞ്ഞ 20,000 ഒക്കെ അയച്ചിട്ട് പുതിയ ഫ്രാഗ്രൻസസ് ഏതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർ ഡീക്യാൻസ് ആയിട്ട് അയക്കാൻ പറയും. 10,000 രൂപയ്ക്ക് ഒരാൾ ഒരു ബേസിക് ഫ്രാഗ്രൻസ് ഇറക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരണം. ട്രസ്റ്റ് ആണ് ഇവിടെ എല്ലാത്തിൻ്റെയും ഇത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ ഓണസ്റ്റ് റിവ്യൂ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാനുള്ളത്. ലിബ്രെ EDP ഇൻറ്റൻസ്, പിന്നെ ബ്ലാക്ക് ഒപ്പിയം ഓവർ റെഡ്, 10,000 90 ml 10,000 പ്ലസ് 13,000, ഇതൊക്കെ 13,000 ആവും. ഏറ്റവും കൂടുതൽ മെൻസ് ഫ്രാഗ്രൻസസ് ആണ് എന്റെ കളക്ഷനിലുള്ളത്. മെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂണിസെക്സ് ആണ്, ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ സിസ്റ്റർ അവള് ഖത്തറിലാണ്, ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്ത ഫ്രാഗ്രൻസ് ആണ് ഈ പറഞ്ഞ വാലന്റീനോ ബോൺ ഫ്രോം കോറൽ ഫാന്റസി EDT. ഇത് EDT ആണ്. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസസ് വേണം, ഫംഗ്ഷൻ പാർട്ടീസ് അല്ലെങ്കിൽ കാഷ്വൽ യൂസ്, ഓഫീസ് ഒഴികെ ഏത് വേണേലും പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നൈറ്റ് സർവീസ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്. ഇവിടെ നിന്ന് 1000കണക്കിന് ഓർഡേഴ്സ് ഇത് മാത്രമായിട്ട് നമ്മൾ അയച്ചത്. ഇത് മാത്രമല്ല, ഇതുപോലെ പല സാധനങ്ങളും അയച്ചിട്ടുണ്ട്. നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ട് നമ്മൾ പെർഫ്യൂം വാങ്ങി 2 days കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ അവിടുന്ന് സ്മെല്ല് ചെയ്ത് ആ ഒരു സ്മെല്ലായിട്ടില്ല തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതിലൊരു റീസൺ എന്തായാലും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ സ്നിഫിൽ തന്നെ ഒരു ഫ്രാഗ്രൻസും പ്രോപ്പർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കപ്പിൾ ഓഫ് ടൈംസ് നമ്മൾ സ്പ്രേ ചെയ്യണം എന്ന് പറയുന്നത്. അതിനാണ് മെയിൻ ആയിട്ട് ഈ ഫ്രാഗ്രൻസ് ബ്രാൻഡ്സ് ഒക്കെ ഇതുപോലത്തെ 1.5 ml വയല് തരുന്നത്. ഈ വയലുകൾ നമുക്ക് ഒരു 3 days മോർ ദാൻ 3 days ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ ഒരു സജഷൻ, ഇത് പ്രോപ്പറായിട്ട് ഇതിൽ കൂടെ വരുന്ന അറ്റോമൈസർ ഇല്ലേ, അത് ഭയങ്കര ബേസിക് ആയിരിക്കും. അത് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് വരില്ല. ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനാണ് ഡീക്യാൻസ്. ഞാൻ ഈ ഡീക്യാൻസ് പറയുമ്പോൾ ഡീക്യാൻസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ബട്ട് പലപ്പോഴും ഇപ്പൊ ബ്രാൻഡ്സ് തന്നെ ഇപ്പൊ ഈ ഡീക്യാൻസ് ചിലതൊക്കെ വിൽക്കാൻ തുടങ്ങി, എല്ലാത്തിലും ഇല്ല. ബട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽസ് ഉണ്ടാവാൻ തന്നെ കാരണം മെയിൻ ആയിട്ട് ഈ ഡീക്യാൻസ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഭയങ്കര പോർട്ടബിൾ ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഇതുപോലെ ഇന്റർവ്യൂവിൽ പോകും, നിങ്ങൾ നിങ്ങളുടെ ബാഗിലിട്ട് കൊണ്ടുപോകാം, ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആ പെർഫോമൻസ് അവിടെ കിട്ടും. പിന്നെ മാത്രമല്ല ഈ 10 ml ഡീക്യാൻസ് ഇവിടെ നിന്ന് സെലിബ്രിറ്റീസ് വരെ പലരും ഉണ്ടോ, പേരായിട്ട് ഞാൻ പറയുന്നില്ല, പലരും ഇത് വാങ്ങിയിട്ട് പോകാൻ കാരണം അവർക്ക് ഈ 100 ml ഇപ്പോൾ ഈ 10,000 രൂപ ചിലവാക്കണതിന് വരുമ്പോൾ ഒരു 1,000, 1,200, 1,500 രൂപയ്ക്ക് ഈ ഫ്രാഗ്രൻസ് ഈ പറഞ്ഞ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പോസിബിളി ഒരു ഫുൾ ബോട്ടിൽ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വാങ്ങാൻ തന്നെ ഇരിക്കും. ഇതാണ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഏത് ഫ്രാഗ്രൻസ് ആണ് ഇനി ലെറ്റ്സ് ഇപ്പോൾ ഡീക്യാൻഡ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒന്നിലേറെ പ്രാവശ്യം പല ഒക്കേഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു ഫ്രാഗ്രൻസ് നമ്മൾ 10,000 രൂപ ചിലവാക്കുന്നതാണ്, അല്ലെങ്കിൽ 10,000ന്റെ മേലെ ചിലവാക്കുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് വേണേൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാശിൻ്റെ തന്നെ എന്ത് ചെയ്യാം, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ കെയർഫുള്ളായി വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 or 2 times അല്ലെങ്കിൽ മോർ ദാൻ 3 times ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. പിന്നെ ഇതുപോലത്തെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പേപ്പറിൽ അവർ തരുമല്ലോ, അപ്പോൾ ഈ സാധനം നമ്മൾ ഫ്രാഗ്രൻസ് നോട്ട് ചെയ്യുക, അവിടെ പേര് നോട്ട് ചെയ്യുക,
എന്നിട്ട് ഇതൊക്കെ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ ഈ ഫ്രാഗ്രൻസ് എൻതൂസിയാസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവരും ചെയ്യണമെന്നില്ല. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. നമ്മൾ പേര് നോട്ട് ചെയ്യുക, ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പറിൽ ഇടുക, മോളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആൻ അവർ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഫ്രാഗ്രൻസ് ഫസ്റ്റ് നമുക്ക് വരുന്നത് ടോപ്പ് നോട്ടാണ്. ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേപ്പറൈസ് ആവുന്ന സാധനത്തിന്റെ നോട്ടാണ്. അത് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള അതിന്റെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ ആൻ അവർ അതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെ അത് ഇവോൾവ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു ഇതൊന്നും കെയർ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയും ആൾക്കാരുണ്ട്. ഞാൻ ബ്ലൈൻഡ് ബൈ ചെയ്യും, എനിക്കൊന്നും നോക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ഓരോരുത്തരുടെ എത്ര ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം എഫേർട്സ് നിങ്ങൾ അതിനിടാൻ വേണ്ടി താല്പര്യപ്പെടുന്നു ഒക്കെ ബേസ് ചെയ്യും. ആളുകൾ ഇപ്പം അത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസം എന്താ, ഒരു ഡിഫറൻസ് എന്തൊക്കെയാ? ഇത് രണ്ടും ഇതിന്റെ രണ്ട് പ്രോഡക്റ്റ് ആണ്. ലെറ്റ്സ് ഇപ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ചിക്കൻ ഗ്രേവി, മറ്റേ ചിക്കൻ കറി. ചിക്കൻ ഗ്രേവി നമുക്ക് വേണമെങ്കിൽ പൊറോട്ടനൊപ്പം കഴിക്കാം. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? ഇതിന്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരും. ഇത് നമ്മൾ കഴിക്കുന്ന രീതിയിലും അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും. എന്തിനൊപ്പം കഴിക്കണം എന്നുള്ളത് ഇതേ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, സോ അതിന്റെ വേ ഓഫ് പ്രൊജക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ആൽക്കഹോൾ ഉള്ള എത്തനോളുള്ള ഫ്രാഗ്രൻസസ്, ഇതുപോലത്തെ ഫ്രാഗ്രൻസസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായി പ്രൊജക്ട് ചെയ്യും. ലാസ്റ്റിംഗ് ചിലപ്പോൾ ഒരു പക്ഷേ കുറഞ്ഞു എന്ന് വരും. പക്ഷെ ജനറലി ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവർ ഫ്രാഗ്രൻസസ് ആയിട്ട് ഇതുപോലെ ആൽക്കഹോൾ ഉള്ള ഫ്രാഗ്രൻസസ് ആയിട്ട് അപ്ലൈ ചെയ്ത് സ്നിഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അത്ര ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ സ്ട്രെങ്ത് ചിലപ്പോൾ ചിലവർക്ക് അവർക്ക് തന്നെ ഇപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോഴും ഒന്നില്ലെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാരായിരിക്കും അത്ര യൂസ് ചെയ്യുന്നുണ്ടാവുക, ഒരു പറഞ്ഞാൽ 1-2 ജനറേഷൻസ് മുന്നേ ഉള്ള ആൾക്കാർ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചില റിലീജിയസ് റീസൺസും ഉണ്ട് ഇപ്പോഴും ആൾക്കാർ അത്ര പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും നമ്മൾ ഇതുപോലെ അത്തറിൻ്റെ ഒക്കെ എൻക്വയറീസ് വരാറുണ്ട്. ജനറലി ഞാൻ പറയുന്നത് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ ദീസ്. ഇതിൽ എനിക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിനുവേണ്ടി എൻഡ്രോസ് ചെയ്യല്ല, അപ് ടു യു. ബട്ട് നിങ്ങൾ ഒരു 10 പേരെടുത്ത് ചോദിച്ചോ, അവരും ഇതന്നെ ആയിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ ലോങ് ലാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അത്തറിനെക്കാട്ടും ഈ പെർഫ്യൂമിന് പെർഫോമൻസ് കൂടുതലാണോ, എങ്ങനെയാ? നേരെ തിരിച്ചാ. കാരണം അതിൽ ഫ്രാഗ്രൻസ് ഓയിലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓയിലായിരിക്കും ശരിക്കും അറോമാറ്റിക് മോളിക്യൂൾസ്. അതാണ് ശരിക്കും ഫ്രാഗ്രൻസ് മോളിക്യൂൾസ്, അല്ലാതെ ഇതല്ല. ഐ മീൻ ആൽക്കഹോൾ അല്ല. ഈ എത്തനോൾ ജസ്റ്റ് ഇത് വേപ്പറൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ്. ഓക്കെ, അതുകൊണ്ട് മറ്റേതായിരിക്കും കൂടുതൽ ലാസ്റ്റിംഗ്. കാരണം അത് മെല്ലെ ഈ ഫ്രാഗ്രൻസ് മോളിക്യൂൾസ് നമുക്ക് പോകുള്ളൂ. ഒന്നിലും ഹ്യൂമിഡിറ്റി കാരണം ഈ ഫ്രാഗ്രൻസ് മോളിക്യൂൾസ് എയറിൽ ഡിസോൾവ് ആവാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ആൽക്കഹോൾ വേപ്പറൈസ് ആവുമല്ലോ, അപ്പോൾ അതോടൊപ്പം ഈ ഫ്രാഗ്രൻസ് മോളിക്യൂൾസിനെ എടുത്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് മേ ബി കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സാധനം അത്ര പോലത്തെ സാധനങ്ങളായിരിക്കും. ബട്ട് പ്രൊജക്ഷനും കൂടെ വേണം. ഒരു ഫ്രാഗ്രൻസിന് നമുക്ക് പ്രൊജക്ഷനും വേണം, ലാസ്റ്റിംഗും വേണം. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ബാലൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഇപ്പം ഒരു ടോപ്പ് 5 മെൻസിനെ പറ്റിയിട്ടുള്ള ഒരു പെർഫ്യൂംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് 5 നമുക്ക് ഓൺ വാട്ട് അല്ലെങ്കിൽ ടോപ്പ് 5 ഇൻ വിച്ച് വേ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാസ്കുലിൻ ഫ്രാഗ്രൻസിന്റെ വീഡിയോ ഞാൻ റീസെന്റ് ചെയ്തു. ആർക്കെങ്കിലും ലൈഫ് സ്റ്റൈൽ മെല്ലു എന്ന ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ഈ 1 മിനിറ്റിൽ തന്നെ പറയുന്നുണ്ട്. വേണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 1 മിനിറ്റിൽ തന്നെ പറയുന്നുണ്ട്. സോ അത് അവർക്ക് റെഫർ ചെയ്യാം. അതല്ല, ലെറ്റ്സ് സേ മാസ്കുലിൻ ഫ്രാഗ്രൻസസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാസ്കുലിൻ ഫ്രാഗ്രൻസസ്. കാരണം വെച്ചാൽ ഇതിന്റെ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ബൂസി നോട്ട്സ് ആണ്. ഒരു പൗരുഷത്തിന്റെ പൗരുഷത്തിന്റെ ഒക്കെ ഒരു അടയാളമാണ് ഇതുപോലത്തെ ബൂസിനെസ്, അതുപോലെ ടൊബാക്കോന്റെ ഒക്കെ നോട്ട്സ്. എന്താ പറയാ, അപ്പോൾ ഒന്നും വേണം. അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടി മീശയൊക്കെ വെച്ച ഒരാള് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടിയാവാം, അല്ലല്ലേ? അപ്പോൾ ഇതന്നെയാണ് ഇവരുടെ ഫ്രാഗ്രൻസ്. അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ അവരെ കാണണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ്. അതിപ്പോൾ മീശ വെച്ചിട്ടാവാം, ഇതുപോലെ ഫ്രാഗ്രൻസസ് അടിച്ചിട്ടാവാം, ഇത് എങ്ങനെ വേണേലും ആവാം. ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായി ഞാൻ പറയുന്നത്, ഏകദേശം മനസ്സിലായി. ഇനി അതല്ല, ലെറ്റ്സ് സേ ജെന്റിൽമെൻ ടൈപ്പ് ഫ്രാഗ്രൻസസ്, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ. ജെന്റിൽമെൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പൗരുഷത്തിന്റെ അടയാളം, ലെറ്റ്സ് സേ ചോപ്പാട്ട് ബ്ലാക്ക് ഇൻസെൻസ് മലക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡാർക്കും ഇൻസെൻസിന്റെ ഒക്കെ നോട്ട്സ് ഉള്ള ഫ്രാഗ്രൻസസ്. ഏത് രീതിക്കുള്ള ഫ്രാഗ്രൻസ് ആണോ, അല്ലെങ്കിൽ ഒരാളുടെ ഐഡന്റിറ്റി ഏത് രീതിയിൽ അവർ ആക്കിയെടുക്കണോ അതൊക്കെ ആക്കാം. ഇപ്പോൾ ടീനേജ് ഫ്രാഗ്രൻസ്, ഇപ്പോൾ കോളേജിൽ പോകുന്ന ഒരു വ്യക്തി ഇതുപോലെ ടൊബാക്കോന്റെ നോട്ട്സ് ഉള്ള ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ അതിനേക്കാളും പ്രായം കുറഞ്ഞ വ്യക്തി, ഇപ്പോൾ
+2 പഠിക്കുന്ന പിള്ളേർ പോലും നമ്മുടെ ഇന്ന് ഫ്രാഗ്രൻസസ് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊന്നും ഇത്തരം ഫ്രാഗ്രൻസസ് ഒന്നും സജസ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള വേണമെങ്കിൽ കുറച്ച് അറോമാറ്റിക് ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഈവൻ ഫ്രൂട്ടിനെസ്സോ ഉള്ള ഫ്രാഗ്രൻസസ് ഒക്കെ കൊടുത്താലും അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഏജിന് അത് സൂട്ടബിൾ ആയിരിക്കും. സോ ഇതെന്ന രീതിയിൽ മേ ബി അത് ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഏത് ഫ്രാഗ്രൻസസ് അവർക്ക് വേണം എന്നുള്ളത്. ഐഡിയൽ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഏത് വേണേ അടിക്കുക, അടിച്ച പ്രശ്നമൊന്നുമില്ല. ഇതായിരിക്കും അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസസ്. ഇപ്പൊ ഇത്രയും ബഡ്ജറ്റ് കൂടിയ പെർഫ്യൂംസ് വാങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇപ്പൊ നമ്മൾ വാച്ചസ് ഒക്കെ നമ്മൾ വാങ്ങി കളക്ട് ചെയ്ത് വെക്കാറുണ്ടല്ലോ, റീസെല്ലിംഗ് പോലെ. അപ്പം ഈ പെർഫ്യൂംസ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആണോ വാങ്ങുന്നത് ഇത്രയും പണം കൊടുത്ത്? ടെക്നിക്കലി നോ. നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങുന്നു, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ പറയാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ കാശ് ചെലവാക്കുന്നു, അതിലൊരെണ്ണമാണ് ഇത്. സോ ഇതൊരിക്കലും നമുക്ക് കുറേ കാലം നിൽക്കില്ല. ഇതിൻ്റെ ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ പ്രിസർവ് ചെയ്യാമെന്നല്ലാതെ ഇതിൻ്റെ ആക്ച്വൽ പ്രോഡക്റ്റ് പ്രിസർവ് ഇല്ല. അതന്നെ ഒരു വാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം നമുക്ക് കേടുവരുന്നവരെ നോക്കാം. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല, ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലവാക്കുന്ന കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ആണ് അതൊക്കെ. അപ്പൊ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഓരോ റാക്വൈസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഓക്കെ, ഇത് റാക്കല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഈ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് ഞാൻ ഈ ഫ്രാഗ്രൻസ് ഡീകാൻഡിങ്ങിന് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അതിന് വേണ്ടി ഉണ്ടാക്കി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഷെൽഫാണ് ഇത്. ഞാൻ എനിക്ക് ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെയൊക്കെ ഇതിന്റെ ഈ പറഞ്ഞ ആറ്റോമൈസേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ 7,000 8,000 ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വയൽസ് നമ്മൾ കൊടുക്കും. അതുപോലെ ഇതൊക്കെ ചോപ്പാടിന്റെ ഡിയോഡ്രൻ സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഇവിടെയൊക്കെ നമുക്ക് അണ്ടർആംസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ അതിന്റെ സാധനങ്ങളും ഈ പറഞ്ഞ ബാക്കി സാധനങ്ങളും പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെതായ സാധനങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് എടുക്കാനും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനങ്ങൾ ഫില്ല് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഷെൽഫ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് ഇവിടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് മെയിൻലി വിമൻസ് ഫ്രാഗ്രൻസസ് ആണ്, സോ കോൾഡ് വിമൻസ് ഫ്രാഗ്രൻസസ്. ഞാൻ അതിനെ ഒരു ഡിഫറൻസിയേഷൻ അങ്ങനെ വരുത്താറില്ല, ബട്ട് ഇതാണ് വിമൻസ് ഫ്രാഗ്രൻസസ്. ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്യുന്ന ചിലപ്പം ചൂസ് ചെയ്യുന്നത് ഏത് പെർഫ്യൂം? ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ വൈസൽ ലിബ്രെ EDP ഇന്റൻസ്, പിന്നെ വൈസൽ ബ്ലാക്ക് ഒപ്പിയം ഓവർ റെഡ്, അതൊക്കെ 10,000 90 ml 10,000 പ്ലസ് 13,000. ഇതൊക്കെ 13,000 ആവും. ഈ കറക്റ്റ് ഓർമ്മയില്ല, കാരണം അത്രയും ഫ്രാഗ്രൻസസ് ഉണ്ട്. പിന്നെ ഞാൻ ബൾക്ക് ആയിട്ടാണ് വാങ്ങുക. 2 lakhs പോകുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങുമ്പോൾ എനിക്ക് ചിലതിൻ്റെയൊക്കെ പ്രൈസ് തന്നെ നമുക്ക് പറ്റിയെന്ന് വരില്ല. ബട്ട് നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുക ഇത്തരം ഫ്രാഗ്രൻസ് ഏതാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏതാണ്, അതിനുവേണ്ടി വരും. അതേപോലെ തന്നെ ഇതൊക്കെ ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ബർബറി കോഡസ്, ഇത് ഞാൻ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഒരു വെർസറ്റൈൽ ഫ്രാഗ്രൻസസിൽ ഒന്നാണ്. ഏലിയൻ മുഗ്ലർ ഏലിയൻ. ഓക്കെ, മുഗ്ലർ ഏലിയൻ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ മെൻസ് ഫ്രാഗ്രൻസസ് ആണ് എന്റെ കളക്ഷനിലുള്ളത്. മെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂണിസെക്സ് ആണ്, ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ സിസ്റ്റർ, അവള് ഖത്തറിലാണ്. ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്ത ഫ്രാഗ്രൻസ് ആണ് ഈ പറഞ്ഞ വാലന്റീനോ ബോൺ ഇൻ റോമ കോറൽ ഫാന്റസി EDT. ഇത് EDT ആണ്, പക്ഷെ നല്ല ഫ്രൂട്ടി നോട്ടുള്ള ഫ്രാഗ്രൻസ്. എല്ലാ ചെയ്യുന്ന നമ്മളൊന്നും ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യിപ്പിച്ചത്. ഗ്യാപ്പ് വിട്ടിട്ട് അവിടുത്തെ ഫസ്റ്റ് ആൽക്കഹോൾ ഒക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഒരു 5 seconds ഒക്കെ കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് സ്നിഫ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ ആയിരിക്കും ഫസ്റ്റ് നമ്മുടെ മൂക്കിയിരിക്കുക, അത് പെട്ടെന്ന് നോസ് ബ്ലൈൻഡ് ആക്കും. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ പോയിന്റിൽ വേണമെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് സ്നിഫ് ചെയ്താൽ മതി. അടിച്ചത് ഒപ്പം തന്നെ മണക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത് വാലന്റീനോ ബോൺ ഇൻ റോമ ഇന്റൻസ് EDP ആണ്. ഇതൊരു നല്ല ഫ്രാഗ്രൻസ് ആണ്. വെയിറ്റ് ഒരു 5 seconds കഴിയുമ്പോഴേക്കും ഇതിന്റെ ഫസ്റ്റ് ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഒന്ന് പോകും. നമുക്ക് സ്നിഫ് ചെയ്യാം. അതാണ് ഐഡിയൽ വേ നമുക്ക് സ്നിഫ് ചെയ്യാനുള്ളത്. ഇതൊന്നും അധികം വളരെ ലോങ് ലാസ്റ്റിങ്ങോ അങ്ങനെയൊന്നും അല്ല, ബട്ട് പെർഫെക്റ്റ് സെന്റ് പ്രൊഫൈലാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ വാവ് എന്ന് തോന്നും. അപ്പോൾ എന്റെ സിസ്റ്ററിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രാഗ്രൻസസിൽ ഒരെണ്ണമാണ് ഇത്. അതൊക്കെ പണ്ട് അത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ലൈനപ്പ്, അതുകൊണ്ട് ഓക്കെയാണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 million EDT ഉണ്ട്. ഇതായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഫ്രാഗ്രൻസ് എന്ന ഫ്ലാങ്കർ എന്ന രീതി അവരുടെ ലൈനപ്പില്. പിന്നെ 1 million പാഫം ഉണ്ട്, എലക്സർ ഉണ്ട്. ഇത് മൂന്ന് ഫ്രാഗ്രൻസസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണെങ്കിൽ കോറൽ ഫാന്റസി, ഒന്ന് വന്നിട്ട് ഇന്റൻസ്.
ഈ ഒരു ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം നല്ല സ്ട്രെങ്ത് ഉള്ള ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസസ് ആണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസസ് വേണം, ഫംഗ്ഷൻ, പാർട്ടീസ് അല്ലെങ്കിൽ കാഷ്വൽ യൂസ്, ഓഫീസ് ഒഴികെ ഏത് വേണേലും പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സജസ്റ്റ് ദിസ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്, ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ഓർഡേഴ്സ് ഇത് മാത്രമായിട്ട് നമ്മൾ അയച്ചു. ഇത് മാത്രമല്ല, ഇതുപോലെ പല സാധനങ്ങളും അയച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത ഫ്രാഗ്രൻസസ് ആണ് ഞാൻ ഇവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള ഫ്രാഗ്രൻസ് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ചും നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം. എന്തുള്ളത് പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഇത് ഈ പറഞ്ഞ അസാറോ ദ മോസ്റ്റ് വാണ്ടഡ് EDP ഇന്റൻസ് ഇവിടെ എടുത്തു കാണിച്ചു തരാം. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് അതിനേക്കാളും പെർഫോം കോൺസെൻട്രേറ്റഡ് ആണ്, ബട്ട് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ടോം ഫോർഡ് ഓംബ്രെ ലെതർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ബട്ട് നല്ല ഫ്രാഗ്രൻസ് ആണ്. ഒരു റിച്ച് ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു കോട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ. തേർഡ് ജിയോൻസി ജെന്റിൽമാൻ റിസർവ് പ്രിവേ, നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ്. അടുത്ത അടിപൊളി ഫ്രാഗ്രൻസ് ഡിയോർ ഹോം ഇന്റൻസ്, വളരെ ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ്. സ്പൈസ് ബോംബ് എക്സ്ട്രീം. നെക്സ്റ്റ് വൺ ടോം ഫോർഡിന്റെ ബ്ലാക്ക് ഓർക്കിഡ്, നല്ലൊരു ഓപ്ഷൻ. പിന്നെ ദിസ് വൺ ഹൂഗോ ബോസ് ബോട്ടിൽ ആബ്സലൂ അല്ലെങ്കിൽ ഹൂഗോ ബോസ് ബോട്ടിൽ ഡിലക്സ്. ദിസ് വൺ നല്ല നല്ല ഫ്രാഗ്രൻസസ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസസ് ആണ് ഈ ലൈനപ്പിലുള്ളത്. പിന്നെ ഉണ്ട് കേട്ടോ, JPG ലെമാൻ എലക്സർ ഒക്കെ ഉണ്ട്. ഇതൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ഈ ഒരു ഫാമിലിയിൽ വെച്ചു എന്ന് മാത്രം. ഇതും ശരിക്കും ഇവിടെ വരേണ്ട സാധനമാണ്. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഒക്കെ പണ്ട് കോട്ടി അവർ പണ്ട് ഇറക്കി, അത് ഭയങ്കര പോപ്പുലറായി. പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ. ഇവിടെ ഹ്യൂമിഡിറ്റിയും കൂടി ഉണ്ട്, ഇതൊന്നും അധികം ലാസ്റ്റ് ചെയ്യൂല. ഇവിടെ എല്ലാ ഫ്ലാങ്കേഴ്സും ഉണ്ട്. ഇതൊക്കെ സെയിൽസ് ഏറ്റവും കുറവാണ് നമ്മളവിടെ. കാരണം എനിക്ക് തന്നെ ഇത് കൊടുക്കാൻ എനിക്ക് മടിയാണ്. ഇത് ഉള്ളതിൽ ബെറ്റർ എനിക്ക് ഭയങ്കര ഗ്രേപ്പ് ഫ്രൂട്ടിലൊക്കെ സ്മെല്ലുള്ള ഫ്രാഗ്രൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഫ്രാഗ്രൻസാണ്. കൂൾ വാട്ടർ റീബോൺ EDP ഉണ്ട്, കൂൾ വാട്ടർ ഇന്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ ഫ്ലാങ്കേഴ്സ് ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ പറയുമ്പോൾ EDP EDT എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല എന്താ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്ക് കയ്യിൽ അറിയുന്നുണ്ട്. ഞാൻ പറയാം, ഇതൊന്നുമില്ല, കോൺസെൻട്രേഷന്റെ വ്യത്യാസമാണ്. ഇതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ഇത്ര ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് ബാക്കി ഇത് ആൽക്കഹോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് EDT. ഇത്രയും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആൽക്കഹോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് EDP. പാഫം ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും, അത്ര തന്നെ. പക്ഷെ ഇതൊന്നും തന്നെ നമുക്ക് ഒരു ഫ്രാഗ്രൻസിൽ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് മിനിമം ഒരു EDP ചൂസ് ചെയ്യാം. അത് ഏതന്നെയായാലും. എക്സെപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് നാട്ടിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഹൈബ്ഡ് ഫ്രാഗ്രൻസ് ആണ് ഡയലൻ ബ്ലൂ. ഇതിൽ ഇൻസെൻസ് ഉണ്ട്, അറോമാറ്റിക് ഫ്രഷ്നെസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്യും. ഇപ്പം ഞാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യും. അധികം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല, പിന്നെ ചുമ്മാ അങ്ങനെ വെക്കാം. പിന്നെ ഇത് EDT ആണ്, വെർസാഷെറോസ് EDT. ഇത് മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്, ബട്ട് സ്റ്റിൽ ഇതിന്റെ സെൻ പ്രൊഫൈൽ ഈ പറഞ്ഞ ഗ്രീൻ ആപ്പിൾ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും ഇത്. അപ്പോൾ ബട്ട് ജനറലി നമ്മൾ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ലേമൺ ടേംസിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് EDP. പിന്നെ ഇത് ഞാനിങ്ങനെ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ JPG ലേ പാഫം ഉണ്ട്, ഗാർഡൻ പാരഡൈസ് ഉണ്ട്, ക്ലാസിക് EDT ഉണ്ട്, ക്ലാസിക് EDP ഉണ്ട്, JPG ലെമാൻ EDT ഉണ്ട്, JPG ലെമാൻ ലേ പാഫം ഉണ്ട്, JPG ലെമാൻ എലക്സർ ഉണ്ട്, JPG ലെമാൻ എലക്സർ ആബ്സലൂ പാഫം ഇന്റൻസ് ഉണ്ട്, ഡിവൈൻ EDP ഉണ്ട്. ഇതെല്ലാം JPG എന്ന ബ്രാൻഡിന്റെ ഫ്രാഗ്രൻസസ് ആണ്. ഒരുപാട് കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അടിപൊളി ഫ്രാഗ്രൻസസ് ഇറക്കുന്ന ഒരു ലൈനപ്പാണ്. ഇതിൽ ചിലതൊക്കെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അധികം ലാസ്റ്റ് ചെയ്യൂല, ബട്ട് ബാക്കിയുള്ള ഇതൊക്കെ മീഡിയം ലാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ലാവൻഡർ ഒക്കെ നോട്ട്സ് ഉള്ളത്. ഇത് സൂപ്പറാണ്. സോ ഇത് തന്നെയാണ്. ബാക്കി സ്ട്രോങ് വിത്ത് യു ഇന്റൻസ്ലി, ആബ്സല്യൂട്ട്ലി ഇതൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഈ ഏരിയയിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പറഞ്ഞ ഫ്രാഗ്രൻസസിന്റെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ഇതൊക്കെ ഡിസൈനർ ബ്രാൻഡ്സ് ആണ്. ഇതൊക്കെ EDT ആണ്. മാംഗോന്റെ ഒക്കെ ഒരു ട്രോപ്പിക്കൽ നോട്ട് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഒരെണ്ണമാണ്. അപ്പോൾ ഇത് അത് ഫോർ എക്സാമ്പിൾ ഇവിടെ ബെൻസ് ഉണ്ട്, ബെന്റ്ലി ഉണ്ട്. ഇപ്പോൾ ഇത്തരം ഇതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ കാർ ബ്രാൻഡ്സ് ഒക്കെയാണ്. ബട്ട് ഇവരുടെ എല്ലാ ഫ്രാഗ്രൻസസും അത് അത്ര വലിയ പോപ്പുലർ ഒന്നുമല്ല. ചിലതുണ്ട്, ബെൻസിന്റെ മെർസിഡീസ് ബെൻസിന്റെ ക്ലബ് നൈറ്റ് നോട്ട്, അതൊക്കെ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. ബട്ട് ഡിസൈനർ ബ്രാൻഡ്സ് ആണ് ഏറ്റവും അതായത് ഇതിന് ഫാൻസ് ഉള്ളവർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ജാഗ്വാറിന്റെ ഫ്രാഗ്രൻസസ് ഉണ്ട്, ലെറ്റ്സ് ചെയ്യണം. ഈ പറഞ്ഞ കാർ ബ്രാൻഡ്സ് തന്നെ ഇതുപോലെ ഫ്രാഗ്രൻസസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ എണ്ണമുണ്ട്. ബട്ട് അത്ര വലിയ സെയിൽസോ അല്ലെങ്കിൽ അത്ര വലിയ ഹൈപ്പോ ഉള്ള സാധനങ്ങളല്ല ഇതൊന്നും.
ഇതിപ്പം ഗിഫ്റ്റ് ആയിട്ട് ഒത്തിരി പെർഫ്യൂംസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ടുള്ള, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ടോക്കൺ ഓഫ് ഇതൊരു രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെയും നമുക്ക് ഫ്രാഗ്രൻസസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് ഞാനിപ്പോൾ ദുബായി പോയപ്പോൾ കസലേഷൻ്റെ അവരൊരു ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു. അതിലെന്താ ചെയ്തിരിക്കുന്നത്, അത് സെന്റ് ബേസ് എന്നുള്ളത് എൻ്റെ ഒരു ഇംഗ്ലീഷ് ചാനൽ. അപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഇവിടെ ക്രെഡിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഗ്ലോബലി നമുക്ക് പോകുമ്പോൾ ഇന്ത്യ എന്നതിലുപരി നമ്മളിപ്പോൾ കേരള എന്നുള്ള സാധനം അവർക്ക് കേരള എന്നുള്ള രീതിയിലൊരു സീൻ വരും. അപ്പോൾ അത് ഭയങ്കര സീനാണ്. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ചാനലിന്റെ റെലവൻസ് ഭയങ്കരമായിട്ട് വേണം. ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സീനാന്നേ ഉള്ളൂ. എങ്ങനെയാലും അതെങ്ങനെയാലും കുറച്ച് ബെറ്റർ ആക്കണം, എന്നാലേ നമുക്കൊരു ഗ്ലോബൽ റീച്ച് ഉള്ളൂ. അല്ലാതെ ഫോളോവേഴ്സ് മാത്രം അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് സീൻ ഗ്ലോബലി കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞ ഒരുപാട് ഇന്ത്യയിലുള്ള നമ്മൾ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്കറിയാം. ഇതിപ്പോ വീഡിയോസ് ചെയ്യുമ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് ആയാലും നേരിട്ട് വന്നിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാനും. സെലിബ്രിറ്റീസ് ആരും നേരിട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് ആദ്യം ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 3,000 4,000 ഒക്കെ ആദ്യം ഡീക്യാൻസ് വാങ്ങിയിട്ട് പോകും. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഫുൾ ബോട്ടിലായിട്ടും അവർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചിട്ട് പോകും. അവർ ഒന്ന് എസ്റ്റാബ്ലിഷ്, അവർക്കൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയി ഇവിടെ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ള സർവീസ് മനസ്സിലായിട്ട് പിന്നെ അവരൊരു 3 monthsലൊരിക്കൊക്കെ ഈ പറഞ്ഞ 20,000 ഒക്കെ അയച്ചിട്ട് പുതിയ ഫ്രാഗ്രൻസസ് ഏതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർ ഡീക്യാൻസ് ആയിട്ട് അയക്കാൻ പറയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ ഈ ഫ്രാഗ്രൻസ് എങ്ങനെയും കിട്ടണം, എനിക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എഫേർട്സ് എടുത്ത് കാര്യമില്ല. കാരണം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ ഫ്രാഗ്രൻസസ് ഒക്കെ കൊണ്ടുവരും. നമുക്ക് ഒരു 2 ലിറ്റർ ഫ്രാഗ്രൻസസ് വരെ നമുക്ക് ഫോറിന്ന് വരുമ്പോൾ നമുക്ക് പൊതുവെ ട്രാവൽ ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാ ഇതിലും എയർലൈൻസിലും. 2 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 20 ബോട്ടിൽ. അപ്പൊ അതൊക്കെ ഞാൻ മാക്സിമം അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ ശ്രമിക്കുന്നതിനിടയിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ലഗേജ് ആവും. ആ സമയത്ത് പറ്റില്ല. ബട്ട് ഡീക്യാൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. കാരണം 10 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഒരു ഡീക്യാൻഡ് കൊണ്ട്. ഇപ്പോഴും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പെർഫ്യൂംസ് ആയിരിക്കും ആളുകൾ ചൂസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഇത്രയും പെർഫ്യൂംസിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്കിൽ പിന്നെ നമ്മൾ സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കണം. സേഫ് എന്ന് വെക്കുന്നതിൽ ഒരുപാട് സ്ട്രോങ് അല്ലാത്ത രീതിയിലുള്ള ഫ്രാഗ്രൻസസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അവരുടെ ചോയ്സ് നമുക്കറിയില്ല, അവരുടെ ടോളറേഷൻ അറിയില്ല. അറിയുന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ വൈഫിനാണ് അല്ലെങ്കിൽ വൈഫിനാണ് അവർ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതല്ലാത്ത പക്ഷം സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതും കൊടുക്കാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. ബട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. തലക്കടിക്കുന്ന രീതി കുത്തുന്ന ഫ്രാഗ്രൻസസ് കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ ന്യൂ ഏജ് ഇന്ത്യൻ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, അറബിക് ബ്രാൻഡ്സും ഉണ്ട്. ഇതൊക്കെ ചിലതൊക്കെ ഭയങ്കര കുത്തലായിരിക്കും. അങ്ങനത്തെ ഫ്രാഗ്രൻസസ് ഒക്കെ മാക്സിമം കൊടുക്കാതിരിക്കുക. ബാക്കി ബഡ്ജറ്റിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഡിസൈനർ ബ്രാൻഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺസേൺ ഇല്ല. കുറച്ച് വില കൂടുകയെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു സ്മൂത്ത് ബ്ലെൻഡിങ് ആയിരിക്കും അതിലുണ്ടാവുക. ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇന്ന ഇതൊന്നുമല്ല. ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് ബോക്സസ് ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സസ് ആണ്. ഇത് വാലന്റീനോ ബോണിൻ റോമ ഇന്റൻസിന്റെ. ഇതില് നമുക്കൊരു ബോട്ടിലും കിട്ടും, അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഫ്രാഗ്രൻസസിന്റെ തന്നെ ചിലപ്പോൾ ഒരു ട്രാവൽ ഫ്രാഗ്രൻസും കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സെയിം തിങ് ബ്രാൻഡ് തന്നെ ഇറക്കുന്നുണ്ട്. ഇത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ചില സമയത്ത് ഇതുപോലെ ഇറക്കും. അപ്പൊ നമുക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഒരു 600-700 rupees വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഒരു സാധനം കൂടെ ചിലപ്പോൾ എക്സ്ട്രാ കിട്ടും. സോ ഗിഫ്റ്റിംഗിന് പ്രോബബ്ലി ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇതുപോലെ പലതിന്റെ ഉണ്ട്. വൈസലിന്റെ ഉണ്ടാവും. ഇപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ MIOPയുടെ ഒക്കെ ബോട്ടിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ മെയിനായിട്ട് ഇവിടെ ഈ പറഞ്ഞ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അതിന്റെ ബഡ്ജറ്റ് നോക്കും. ഈ ബഡ്ജറ്റിന് ഈ പെർഫോമൻസ് ഓക്കെ ആണോ എന്ന് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യും. അത് എന്ത് ഇത് എന്നല്ല, ഏത് ബ്രാൻഡ് തന്നെ ആയാലും ശരി, നമുക്ക് ഈ ബഡ്ജറ്റിന് ഇപ്പൊ ലെറ്റ്സ് ഒരു 10,000 രൂപയ്ക്ക് ഒരാൾ ഒരു ബേസിക് ഫ്രാഗ്രൻസ് ഇറക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. ട്രസ്റ്റ് ആണ് ഇവിടെ എല്ലാത്തിൻ്റെയും ഇത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ ഓണസ്റ്റ് റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാനുള്ളത് വരും. അപ്പോൾ അതിപ്പോ ഇത് എന്നല്ല ഏതായാലും. സോ അപ്പോൾ ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നമുക്കിപ്പോൾ ഒരു ബേസിക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതും ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ട് ചേട്ടാ മറ്റേ ഈ മറ്റേ 1,500 രൂപയ്ക്ക് ഈ ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ ഫ്രാഗ്രൻസ് വേണ്ടേ? അവരും ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രാഗ്രൻസസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ ചെയ്യും, ആവശ്യത്തിന് മാത്രം. ഈ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പെർഫ്യൂംസ് അല്ലാതെ ഞാൻ പെട്ടെന്ന് ഓട്ടം പോയത് ഈ ഒരു 3 ഫ്രെയിംസ് ആണ്. മൂന്നല്ല, സത്യം 6 ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഹെൽപ്പർ തലയടിച്ച് കഴിഞ്ഞൊക്കെ താഴ്ച കുറെ പറഞ്ഞായിരുന്നു. ഇതില് വേറെ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു,
നമ്മുടെ ബാലിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ബാലിച്ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമുളകും സീരിയല്ലേ ആ മൂപ്പര് ആ ക്യാരക്ടറാണ് എനിക്കിഷ്ടം. ബാലു എന്ന് പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് കുറെ. അത് മൂപ്പരെ ഫോട്ടോ ഇരിക്കട്ടെ എന്നിട്ട് വെച്ച്. പിന്നെ ഇതൊക്കെ ഓരോ ക്രാന്തിനനുസരിച്ച് ഓരോ ചെയ്യുന്ന നാട്ടിൽ ലോകത്ത് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മൂപ്പരുടെ പല പല പറയുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കുറെ പേര് ഇതുപോലെ ഫാൻസ് മൂപ്പരൊക്കെ ഉണ്ട്. അതിലൊരാളാണ് ഞാനും. മൂപ്പര് പിന്നെ കുറെ മാറ്റങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നു. അതുകൊണ്ട് ജസ്റ്റ് എനിക്കൊരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ഞാൻ വെച്ചു പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ട് പ്രോസസ് ആയാലും ശരി, ചിലവരെ ലോജിക് ആയാലും ശരി, ചിലവർ ഈ ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ ആയാലും ശരി, ഇതൊക്കെ ഇഷ്ടമാണ്. വേറെയും പലരും ഉണ്ടായിരുന്നു. അബ്ദുൽ കലാമിന്റെ ഉണ്ടായിരുന്നു, ബാലു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പരൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇഷ്ടം, മനസ്സിലെ ഇഷ്ടം ഞാൻ ചുമരിൽ പതിപ്പിച്ചു എന്ന് മാത്രം. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആരെയും മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തും. സന്തോഷത്തിന്റെ പേരിൽ വെച്ചു എന്ന് മാത്രം. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഫ്രാഗ്രൻസസ് ഒക്കെ ഇതിന്റെ ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫുൾ ബോട്ടിൽസ്, നമ്മുടെ ഫുൾ ബോട്ടിൽസ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡീക്യാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഇവിടെ ഈ ഷെൽഫിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അവിടെ കൊണ്ട് തിരിച്ച് റീപ്ലേസ് ചെയ്യുക. ഈ ഞാൻ പറഞ്ഞില്ല അത് സാർ ദ മോസ്റ്റ് ഓർഡർ ഒക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ഇനിയിപ്പോൾ ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോട്ടൽ ഒരു 10 ഒക്കെ കിട്ടും. അത്രയും സെയിൽസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഫ്രാഗ്രൻസസ് ഒക്കെ വെക്കാൻ കാരണം. അതുപോലെ ബെന്റ്ലി, ഇന്റൻസ്, ബുൾഗാരി, മാൻ ഇൻ ബ്ലാക്ക്, JPG, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസസ് ഇതൊക്കെ ഇവിടെ സ്റ്റോക്കാണ്. ഇന്നും ആവശ്യമുള്ള സാധനങ്ങളാണ്. സോ അവിടെ ഇല്ലാത്തത് പലതും ഇവിടെയും ഉണ്ട്. ഫുൾ ബോട്ടിൽ ഇവിടെ ഫുൾ ബോട്ടിൽ ആയിട്ടും സെയിൽസും ഉണ്ട്. ഇപ്പൊ ഒരു ഫ്രാഗ്രൻസി റിവ്യൂർ ആയിട്ട് ഇപ്പം ഓൾറെഡി അജ്മലിലെ ആളുകൾക്ക് അറിയാം. ഇപ്പം മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഒരു ഡ്രീം ഉണ്ടോ? ഇപ്പൊ പെർഫ്യൂംസ് ആളുകൾക്ക് ഇപ്പൊ വീഡിയോസ് ചെയ്യുന്നു, ആളുകൾ ബൈ ചെയ്യുന്നു, ക്വാളിറ്റി പ്രൊഡക്റ്റ് കാണിക്കുന്നു. ഒരു അജ്മലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഡ്രീം? എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ഒരു ഫ്രാഗ്രൻസ് ലോഞ്ച് ചെയ്തൂടെ എന്നുള്ളത്. കാരണം നമുക്ക് ഈ ഫ്രാഗ്രൻസ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഫ്രാഗ്രൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ അതിന് വാങ്ങാനുണ്ടാവും. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പല ഫ്രാഗ്രൻസസും അവിടെ കാണുന്നതും പിന്നെ ഇനിയും ഒരുപാട് ഫ്രാഗ്രൻസസ് എല്ലാം തന്നെ ആൾക്കാർ പലവരും ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഫ്രാഗ്രൻസസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ എനിക്കൊന്നുമില്ല. ഞാനിപ്പോൾ പോകുന്നത് ഈ ഫ്രാഗ്രൻസ് റിവ്യൂ തന്നെയാണ്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ടൈമിലാണ് നമ്മൾ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയും ചെയ്യുന്നത്. പോസിബിളി ഇൻ നിയർ ഫ്യൂച്ചർ ഡെഫിനറ്റ് പ്ലാൻ ഒന്നുമില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിലതൊക്കെ ഇങ്ങനെ പൈപ്പ് ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആഗ്രഹമുള്ളതൊക്കെ. നോക്കാം എന്താ സംഭവിക്കുന്നത്. അതൊക്കെ നടക്കട്ടെ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. സമയപരിധി ഉണ്ട്. ഒത്തിരി വിശേഷങ്ങൾ അറിയാൻ സാധിച്ചു, പെർഫ്യൂംസിനെ കുറിച്ച് അറിയാൻ സാധിച്ചു, എങ്ങനെയാണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ സത്യത്തിൽ അറിയാൻ വേണ്ടി സാധിച്ചു. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. അത് പറയാൻ പറ്റട്ടെ, ഇവിടെ പേജ് ലൈഫ് സ്റ്റൈലർ മല്ലു എന്ന പേജ് ഇൻസ്റ്റയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫ് സ്റ്റൈലർ അടിക്കുമ്പോഴേക്കും തന്നെ വരും. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള A to Z ഇൻഫർമേഷൻ, ഫ്രാഗ്രൻസ് മാത്രമല്ല ഞാൻ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് അഗൈൻ.